നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്ത്യത്താഴ സ്മരണയിൽ പെസഹ ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. പെസഹാചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ഉൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങളും നടന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ദിനത്തിലെ പ്രസിദ്ധമായ നേർച്ചയായ കടുമാങ്ങ തയ്യാറാക്കി തുടങ്ങി. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പുകാവ് പൂര മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളായി. വെള്ളി ശനി ദിവസങ്ങളിലായിട്ടാണ് പറപ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലവരവ് പൂരമഹോത്സവം എന്നിവ ആഘോഷിക്കുന്നത്. ഉത്സവ കാഴ്ചകൾ CCTV പ്രാദേശികം TCV ഉത്സവ് ചാനലുകളിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. അണ്ടത്തോട് പെരിയമ്പലത്ത് ബൈക്കും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. മരിച്ചത് ബൈക്ക് യാത്രികനായ മലപ്പുറം നെടിയിരുപ്പ് സ്വദേശി 19 വയസ്സുള്ള നവീൻ രാജ്. പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറഞ്ഞു. കാർ യാത്രികരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന മേഖലയിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളോ അപായ സൂചനാ ബോർഡുകളോ സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. അന്ത്യത്താഴ സ്മരണയിൽ പെസഹ ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ഉൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങളും നടന്നു. കുരിശുമരണത്തിന് മുൻപായുള്ള ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ ആചരിച്ചത്. ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ച ശേഷം അന്ത്യ അത്താഴം കഴിച്ചതിനെ അനുസ്മരിച്ചായിരുന്നു ദേവാലയങ്ങളിലെ തിരുകർമ്മങ്ങൾ. ഇതെന്റെ രക്തമാകുന്നു, നിങ്ങൾ പാനം ചെയ്യുവിൻ. ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങൾ ഭക്ഷിക്കുവിൻ എന്ന് ഉദ്ഘോഷിച്ച് ക്രിസ്തു വീഞ്ഞും അപ്പവും ശിഷ്യന്മാർക്കായി പങ്കുവയ്ക്കുകയായിരുന്നു. വിനയത്തിന്റെയും പങ്കുവയ്പിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകുന്നതുകൂടിയാണ് പെസഹാചരണം. 50 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പാചരണത്തിലെ വിശുദ്ധവാരത്തിൽ നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനമാണ് പെസഹാചരണം. രാവിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽക്കഴുകൽ ശുശ്രൂഷകളും നടന്നു. തിരുകർമ്മങ്ങളുടെ മധ്യേ സുവിശേഷ ഭാഗങ്ങളുടെ വായനയെ തുടർന്നാണ് വൈദികൻ വിശ്വാസികളിൽ നിന്നും തെരഞ്ഞെടുത്തവരുടെ കാൽ കഴുകി ചുംബനം നൽകിയത്. നൂറുകണക്കിന് വിശ്വാസികളാണ് മേഖലയിലെ ദേവാലയങ്ങളിൽ പെസഹ വ്യാഴാഴ്ച നടന്ന തിരുകർമ്മങ്ങളിൽ സംബന്ധിച്ചത്. മാനവകുലത്തിന്റെ പാപമോചനത്തിനായി ഗാഗുൽത്ത മലയിൽ കുരിശുമരണം വരിച്ചതിന്റെ സ്മരണയിൽ ദുഃഖവെള്ളി ആചരിക്കുന്നതിന് ഒരുങ്ങുകയാണ് വിശ്വാസി സമൂഹം. ദുഃഖവെള്ളി ആചരണത്തോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ ഭക്തിനിർഭരമായ തിരുകർമ്മങ്ങളും വൈകിട്ട് കുരിശിന്റെ വഴിയുമുണ്ടാകും. CCTV ന്യൂസ്, കേച്ചേരി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ദിനത്തിലെ പ്രസിദ്ധമായ നേർച്ചയായ കടുമാങ്ങ തയ്യാറാക്കാൻ ഒരുക്കങ്ങളായി. 3500 കിലോയിലധികം മാങ്ങ ഇതിനായി പള്ളിയിൽ എത്തിച്ചു കഴിഞ്ഞു. മർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പതിറ്റാണ്ടുകളായി തുടരുന്നതാണ് ദുഃഖവെള്ളി ദിവസത്തിലെ കടുമാങ്ങ അച്ചാർ വിതരണം. പെസഹ വ്യാഴം ദിനത്തിൽ രാവിലെ മുതൽ ഇടവക വികാരി ഫാദർ VM സാമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി ഡിക്സൺ C ചെറിയാൻ, സെക്രട്ടറി കുഞ്ഞുമോൻ K ജേക്കബ്, കൺവീനർമാരായ എഡ്വി സക്കറിയ, KC സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിലും മാനേജിംഗ് കമ്മിറ്റിയുടെയും പള്ളിയിലെ ആത്മീയ സംഘടനകളുടെ സഹകരണത്താലും വിശ്വാസികളുടെ പൂർണ്ണ പങ്കാളിത്തത്തിലുമാണ് കടുമാങ്ങ തയ്യാറാക്കൽ ആരംഭിച്ചത്. പൂർവികരിൽ നിന്നും കൈമാറിവന്ന അറിവുകൾ പ്രകാരം പ്രത്യേക ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്പെഷ്യൽ കടുമാങ്ങ തയ്യാറാക്കുന്നത്. ഇടവക ജനങ്ങളാണ് കടുമാങ്ങ മുറിക്കുന്നതും പാകം ചെയ്യുന്നതും. ഇത്തവണ 3500 കിലോയിൽ ഏറെ പുളിമാങ്ങയാണ് കടുമാങ്ങ തയ്യാർ ചെയ്യുന്നതിനായി പള്ളിയിൽ എത്തിച്ചത്. വറ്റൽമുളക് എണ്ണ പുരട്ടി വറുത്തുപൊടിച്ചതും മല്ലി, ഉലുവ എന്നിവ വറുത്തുപൊടിച്ചതും കടുക്, വേപ്പില തുടങ്ങിയ ചേരുവകളാണ് ഉപയോഗിച്ചു വരുന്നത്. 50 നോമ്പിൽ വരുന്ന പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിലായാണ് ഇത് തയ്യാറാക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയോടെ തയ്യാറാക്കുന്ന മാങ്ങ ദുഃഖവെള്ളി ദിവസം രാവിലെ വീണ്ടും ഇളക്കി മറിച്ചതിനു ശേഷം വിതരണത്തിനായി പാക്ക് ചെയ്യും. ദുഃഖവെള്ളി ദിവസം 4000-ഓളം വിശ്വാസികൾക്കായാണ് കഞ്ഞിയും കടുമാങ്ങയും പള്ളിയിൽ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് വികാരി ഫാദർ VM സാമുവൽ പറഞ്ഞു. പെസഹ വ്യാഴാഴ്ച രാവിലെ 10 മണിയോടുകൂടെ
ആർത്താറ്റ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും വിവിധ ആത്മീയ സംഘടനകളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെയും ഒക്കെ സഹകരണത്തോടുകൂടെ ആ മാങ്ങ അത് വൃത്തിയാക്കി ഒരു മാങ്ങ 3ആയി മുറിച്ച് കടുമാങ്ങയ്ക്ക് വേണ്ടി തയ്യാറായി പള്ളിയോട് ചേർന്നുള്ള ഊട്ടുപുരയിൽ അതിന് പ്രത്യേകമായിട്ട് വഞ്ചി പോലെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വഞ്ചിയിൽ വെച്ചിട്ടാണ് മസാലകൾ ചേർത്ത് ഈ മാങ്ങ കൂട്ടിച്ചേർത്ത് കടുമാങ്ങയ്ക്ക് വേണ്ടി ഒരുക്കുന്നത്. 50 നോമ്പിൽ സമ്പൂർണമായി നോമ്പെടുക്കുന്നവർക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കഞ്ഞിയും 9 മണി നേരത്തിനു ശേഷം ഊട്ടും പള്ളിയിൽ നൽകി വരുന്നുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. പെസഹാചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ നടന്ന ചടങ്ങുകളുടെ വിശദാംശങ്ങൾ ഈ ബുള്ളറ്റിൻ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. അണ്ടത്തോട് പെരിയമ്പലത്ത് ബൈക്കും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ മലപ്പുറം നെടിയിരിപ്പ് സ്വദേശി നവീൻ രാജാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. വ്യാഴാഴ്ച കാലത്ത് പെരിയമ്പലം വേട്ടക്കരം ക്ഷേത്രത്തിന് മുൻപിൽ ദേശീയപാത 66 വെച്ചായിരുന്നു അപകടം. മലപ്പുറത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന മിനി പിക്കപ്പാണ് അപകടത്തിനിടയാക്കിയത്. വിവരമറിഞ്ഞെത്തിയ അയിരൂർ വിന്നേഴ്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചു. ഹയാത്ത് ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞു. കാർ യാത്രക്കാരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയായിരുന്നു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ റേഷൻ കടയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം തൃത്താല പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയിരുന്നു. ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. നിർമ്മാണം നടക്കുന്ന മേഖലയിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളോ അപായ സൂചനാ ബോർഡുകളോ സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂര മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർണ്ണം. വെള്ളി ശനി ദിവസങ്ങളിലായിട്ടാണ് പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലവരവ്, പൂര മഹോത്സവം എന്നിവ ആഘോഷിക്കുന്നത്. 2 ദിവസങ്ങളായി നടക്കുന്ന ആഘോഷങ്ങളുടെ തത്സമയ സംപ്രേഷണം ചാനൽ നമ്പർ 46 TCV ഉത്സവിലും ചാനൽ നമ്പർ 49 CCTV പ്രാദേശികത്തിലൂടെയും പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. ക്ഷേത്രത്തിലെ വേല ദിവസമായ 29 രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. വൈകിട്ട് 5 മണി മുതൽ തട്ടക ദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യക്കാഴ്ചകൾ ക്ഷേത്ര മൈതാനിയിലേക്ക് പ്രവേശിക്കും. വൈകിട്ട് 6:30 ദീപാരാധന, തുടർന്ന് ഭഗവത് സേവ, അത്താഴപൂജ, ശീവേലി എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതി കളംപാട്ടുമുണ്ടാകും. ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ പൂരാഘോഷം നടക്കുക. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചവിംശതി, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ക്ഷേത്ര നടപ്പുരയിൽ പ്രശസ്ത കലാകാരന്മാരായ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗജവീരൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര മൈതാനിലെത്തി തുടങ്ങും. 6 മണിക്ക് 80-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം ആരംഭിക്കും. മേള കലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ദേശങ്ങളിൽ നിന്നായി 46 ഗജവീരന്മാർ അണിനിരക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ദേവിയുടെ ഇഷ്ടസന്താനങ്ങളായ പണിമക്കളുടെ പാരമ്പര്യ അനുഷ്ഠാന കലകൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി, കഥകളി, കാവടിവരവ് തുടങ്ങിയവ ഉണ്ടാകും. ഞായറാഴ്ച പൂരം ആവർത്തനത്തിനു ശേഷം രാവിലെ 7 മണിക്ക് മകരച്ചൊവ്വ ദിനം മുതൽ കൂറയിട്ട് ആരംഭിച്ച കളംപാട്ടിന് സമാപനമാകും. തുടർന്ന് കൊടിയിറക്കി രാത്രിയിൽ വലിയ ഗുരുതി സമർപ്പണത്തോടെ പൂരമഹോത്സവത്തിന് സമാപനമാകും. ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് PG അജയൻ, സെക്രട്ടറി UB ജയൻ, ട്രഷറർ KG ഗോപിനാഥൻ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് മേഖലയിലെ വിവിധ പള്ളികളിൽ ബദർ അനുസ്മരണം നടന്നു. തിരുവത്ര ബദർ പള്ളിയിൽ മൗലൂദ് പാരായണം, കൂട്ടപ്രാർത്ഥന, അന്നദാന വിതരണം എന്നിവ ഉണ്ടായി. തിരുവത്ര മഹല്ല ഖത്തീബ് ഹസൻ ലത്തീഫി ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരവാഹികളായ ഫാറൂഖ് ഹാജി, അമീർ ഹംസ, T മുഹമ്മദ്, മുന്തിർ, ഹംസക്കോയ, RM അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. മേഖലയിലെ മണത്തല ജുമാ മസ്ജിദ്, എടക്കഴിയൂർ ജുമാ മസ്ജിദ്, ചാവക്കാട് ടൗൺ മസ്ജിദ്, കിറാമൻകുന്ന് ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലും ബദർ അനുസ്മരണം നടന്നു.
എരുമപ്പെട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും റിട്ടയർഡ് അധ്യാപകനുമായ പൂങ്കുന്നം കേശവത്ത് കേശവൻ നമ്പീശൻ നിര്യാതനായി. 88 വയസ്സായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ചാലിശ്ശേരി പെരുമണ്ണൂരിലുള്ള തറവാട്ട് വളപ്പിൽ നടക്കും. വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ഏരിയ പ്രസിഡന്റും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകനുമായ കേശവദാസ്, സത്യനാരായണൻ എന്നിവർ മക്കളാണ്. അരുണ, രേഷ്മ എന്നിവർ മരുമക്കളുമാണ്. കാട്ടകാമ്പൽ പഞ്ചായത്തിലെ വാവേക്കർ കോൾപ്പടവിലെ 60 ഏക്കർ പുഞ്ചകൃഷി കൊയ്ത്തിനൊരുങ്ങി. ബണ്ടുവരമ്പില്ലാത്തതിനാൽ 2 വർഷം ഈ കോൾപ്പടവിൽ കർഷകർ കൃഷി ചെയ്യാതെ തരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഒരു ഭാഗത്ത് ബണ്ടുവരമ്പ് നിർമ്മിച്ചതിനു ശേഷം ഇത്തവണ കൃഷി ഇറക്കുകയായിരുന്നു. വെള്ളം സുലഭമായി ലഭിച്ചതിനാൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ഏപ്രിൽ ആദ്യവാരത്തോടെ കൊയ്ത്തു തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. 3 പതിറ്റാണ്ട് തരിശിട്ട പാടത്ത് 2019-20 വർഷങ്ങളിൽ കൃഷി ഇറക്കിയിരുന്നു. താൽക്കാലികമായി കിലോമീറ്റർ ദൂരത്തിൽ ബണ്ടുവരമ്പ് നിർമ്മിച്ചാണ് അന്ന് കൃഷി ഇറക്കിയത്. എന്നാൽ വേനൽ മഴയിൽ കൃഷി നശിച്ചത് കർഷകർക്ക് വൻ തിരിച്ചടിയായി. ഇതേ തുടർന്നാണ് പിന്നീടുള്ള 2 വർഷം കർഷകർ കൃഷി ഉപേക്ഷിച്ചത്. കഴിഞ്ഞ വർഷം KLDCയുടെ നേതൃത്വത്തിൽ പടവിൻ്റെ ഒരു വശത്ത് വരമ്പ് മണ്ണിട്ട് ഉയർത്തി. കോൾപടവിന് സ്വന്തമായി 2 മോട്ടോർ പുരയും നിർമ്മിച്ചു നൽകി. ഇത്തവണ 2 മോട്ടോർ കൂടി ലഭിച്ചതോടെ കർഷകർക്ക് ആശ്വാസമായി. ബണ്ടുവരമ്പിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടി മണ്ണിട്ട് ഉയർത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. എരുമപ്പെട്ടി കടങ്ങോട് റോഡിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. അണ്ടത്തോട് മണത്തല ചെട്ടിയാൻ വീട്ടിൽ ദിലീപിനാണ് പരിക്ക്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു അപകടം. പരിക്കേറ്റ ദിലീപിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം തെക്കേപ്പുറത്ത് റോഡിൽ ഓയിൽ ചോർന്നതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ് ചാവക്കാട് സ്വദേശികളായ ദമ്പതികൾക്ക് പരിക്ക്. ചാവക്കാട് തൊട്ടാപ്പ് സ്വദേശികളായ അറക്കൽ വീട്ടിൽ 44 വയസ്സുള്ള അബ്സർ, ഭാര്യ 39 വയസ്സുള്ള ഷഹീറ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തുനിന്ന് വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ തെക്കേപ്പുറം മോട്ടോർപുരയ്ക്ക് സമീപത്തെ തിരിവിൽ മറ്റൊരു വാഹനത്തിൽ നിന്നും ചോർന്ന ഓയിലിൽ തെന്നി റോഡിൽ വീഴുകയായിരുന്നു. റോഡിൽ വീണ ഇരുവർക്കും കാലിനുൾപ്പെടെ പരിക്കേറ്റു. ഇരുവരെയും കുന്നംകുളം പരസ്പര സഹായ സമിതി ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടറിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നാടക് ഗുരുവായൂർ കുന്നംകുളം മേഖലാ കമ്മിറ്റിയും ചൂണ്ടൽ ഗ്രാമീണ വായനശാലയും സംയുക്തമായി ലോക നാടക ദിനം ആചരിച്ചു. വായനശാല ഹാളിൽ നടന്ന നാടക ദിനാചരണത്തിൽ നാടകകൃത്തും കവിയുമായ വാസൻ പുത്തൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. തന്റെ ജീവിതാനുഭവങ്ങൾ തന്നെ നാടകങ്ങളായി പരിണമിക്കുകയും അങ്ങനെ നാടകക്കാരനായി മാറുകയായിരുന്നുവെന്ന് വാസൻ പുത്തൂർ പറഞ്ഞു. നാടക മേഖലാ പ്രസിഡന്റ് വിദ്യാധരൻ അധ്യക്ഷനായി. സുഗതൻ ഞമനങ്ങാട് നാടക ദിന സന്ദേശം നൽകി. നാടക സംസ്ഥാന കമ്മിറ്റി അംഗം സോബി സൂര്യഗ്രാമം, മേഖലാ സെക്രട്ടറി റോഷൻ കേശവൻ, വായനശാല ഭാരവാഹി ഫ്രാൻസിസ് തെക്കേക്കര എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഊണ് റെഡി, ആട്ടം, ഒറ്റമുറി എന്നീ ലഘുനാടകങ്ങൾ അരങ്ങേറി. ബാബു വൈലത്തൂർ, ഹിബാഷ, പ്രസാദ് ലീല, ബാബു കാവീട്, മുജീബ് ഗുരുവായൂർ, ശശി ആഴ്ചത്ത് എന്നിവർ നാടകങ്ങളുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചു. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷം. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ബൂത്തുതല പര്യടനത്തിന്റെ ഭാഗമായി പന്നിത്തട മേഖലയിലെ വിവിധ ഇടങ്ങളിൽ സന്ദർശനം നടത്തി. വെള്ളറക്കാട് പള്ളി സെന്ററിലും ചെറുമനങ്ങാട് നായനാർ ബസ് സ്റ്റോപ്പ്, AKG നഗർ, നടുവട്ടം, പുതിയ മാത്തൂർ, മരത്തംകോട് PSP എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. ഫ്രാൻസിസ് കൊള്ളന്നൂർ, KK മണി, MK ശശിധരൻ, V ശങ്കരനാരായണൻ, മീന സാജൻ, ജലീൽ ആദൂർ, ലളിത ഗോപി, KM അഷ്റഫ്, സുബിനയ്യാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ED വന്നാൽ ഡീൽ ആരംഭിച്ചുവെന്നും ED നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചുവെന്നുമാണ് മനസ്സിലാക്കേണ്ടതെന്ന് K മുരളീധരൻ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ ഡീൽ ഉറച്ചാൽ ED വന്ന പോലെ പോകും. BJPയെ 3ാം സ്ഥാനത്ത് തള്ളാനാണ് ഞങ്ങളുടെ ശ്രമം. എന്നാൽ BJPയെ 1ാം സ്ഥാനത്തെത്തിക്കാനാണ് പിണറായി വിജയന്റെ ശ്രമം. മത്സരം LDFും UDFും തമ്മിലാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ തലക്കുമുകളിൽ BJPയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ ചിലവാകില്ല. CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെ ചെറുത്തു തോൽപ്പിച്ച് UDF ഇവിടെ വിജയിക്കും. തൊഴിലുറപ്പ് വേതനം കൂട്ടിയത് ഇലക്ഷൻ നാടകമാണ്. ഞങ്ങൾ അത് മുൻപേ ആവശ്യപ്പെട്ടതാണ്. ഇത് പൂർവ്വകാല പ്രാബല്യത്തിൽ വരുത്തണം. മുൻപേ ചെയ്യേണ്ടതാണ്. ഇപ്പോഴെങ്കിലും ചെയ്തതിൽ സന്തോഷമുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. സ്ഥാനത്തേക്ക് വിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
പക്ഷേ BJP ഒന്നാം സ്ഥാനത്ത് എത്തിക്കാനാണ് പിണറായി വിജയൻ്റെ ശ്രമം. അതിലൊരു ദുഃഖമുണ്ട്. മത്സരം LDFും UDFും തമ്മിലാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെയൊക്കെ തലയ്ക്ക് മുകളിൽ BJPയെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ ചെലവാവില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് UDF ഇവിടെ വിജയിക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണം ഇല്ലാത്തത് പ്രശ്നമാണ്. അക്കൗണ്ട് മരവിപ്പിച്ചത് ക്രൂരമായ സമീപനമാണ്. 95 ലക്ഷം വേണ്ടിയെടുത്ത് 25 ലക്ഷം പോലും ഇല്ല എന്നതാണ് അവസ്ഥ. എങ്കിലും പ്രവർത്തകർ മുണ്ടുമുറുക്കിയെടുത്തും സജീവമാണ്. വാജ്പേയി അടക്കമുള്ള പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്നപ്പോൾ പോലും പ്രതിപക്ഷത്തോട് ഇത്തരം സമീപനം സ്വീകരിച്ചിരുന്നില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് നല്ലപോലെ ഫണ്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് അനുവദിക്കുന്ന ചെലവഴിക്കാവുന്ന സംഖ്യ 95 ലക്ഷമാണ്. പക്ഷേ 25 ലക്ഷം പോലും കയ്യിലില്ല. പക്ഷെ എങ്കിലും ഞങ്ങളുടെ പ്രവർത്തകർ മുണ്ട് മുറുക്കി കൊടുത്ത് ഈ ചൂട് കാലത്ത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായിട്ട് രംഗത്തുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഉത്തേജനം. CCTV ന്യൂസ് കേച്ചേരി. ആലത്തൂർ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ബൂത്ത് തല പര്യടനത്തിന്റെ ഭാഗമായി കാട്ടകാമ്പാൽ മേഖലയിലെ വിവിധങ്ങളിൽ സന്ദർശനം നടത്തി. IHDP കോളനിയിലും പലാട്ടുമുറി സെന്ററിലും ചിറയൻകാട് പാപ്പിരുത്തി സെന്ററിലും സമാപന ഇടമായ ചിറക്കൽ സെന്ററിലും സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കേന്ദ്രങ്ങളിൽ സ്വീകരിച്ചത്. കുന്നംകുളം MLA AC മൊയ്തീൻ, സത്യൻ MN, ചെറിയാൻ TC, VK ബാബുരാജൻ, സന്തോഷ് കൊളത്തേരി, സുരേന്ദ്രൻ KC, ES രേഷ്മ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ മുഖം വരച്ച് സമ്മാനിച്ച് വിദ്യാർത്ഥി. ഒന്നാം ഘട്ട പ്രചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ മരത്തംകുടി AKG നഗർ നടുവട്ടം സെന്ററിൽ എത്തിയപ്പോഴായിരുന്നു +1 വിദ്യാർത്ഥിയായ മുസഫിർ വരച്ച ചിത്രം K രാധാകൃഷ്ണന് സമ്മാനിച്ചത്. മുസ്ഫീറിനെ മന്ത്രി അഭിനന്ദിച്ചു. LDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ MN സത്യൻ, കുന്നംകുളം മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ M ബാലാജി, ജലീൽ മാസ്റ്റർ പഴുതാന, KD ബാഹുലൽ മാസ്റ്റർ, KM അഷ്റഫ്, PS പ്രസാദ്, അഡ്വക്കേറ്റ് KM നൌഷാദ്, LDF പന്തളം ലോക്കൽ കമ്മിറ്റി കൺവീനർ ഫ്രാൻസിസ് കൊല്ലനർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. മറ്റു വാർത്തകൾ. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും വാർഡുതല ആരോഗ്യ ശുചിത്വ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 16 വാർഡുകളിലും അയൽമുറ്റ ആരോഗ്യ സഭകൾ സംഘടിപ്പിക്കുന്നു. അയൽമുറ്റ ആരോഗ്യസഭയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം 2ാം വാർഡിൽ കണ്ടാണശ്ശേരി മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KP ചിന്ത നിർവഹിച്ചു. ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് J ബിനി എന്നിവർ സംസാരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നതാണ് ആരോഗ്യസഭകളുടെ ലക്ഷ്യം. പകർച്ചവ്യാധി ബോധവൽക്കരണം, ജീവിതശൈലി രോഗനിയന്ത്രണം, പൊതുജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ വിശകലനം എന്നിവയാണ് ആരോഗ്യസഭയിൽ നടക്കുക. ആരോഗ്യ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കലാമണ്ഡലം കവിതാ ഗീതാനന്ദൻ അവതരിപ്പിക്കുന്ന ബോധവൽക്കരണ ഓട്ടൻതുള്ളൽ എല്ലാ ആരോഗ്യസഭയിലും അരങ്ങേറും. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റിയും ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും അയൽമുറ്റ ആരോഗ്യസഭയ്ക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. എരുവപ്പെട്ടി നെല്ലുവായി മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കുട്ടഞ്ചേരി ദേശത്തിന്റെ തോൽപ്പാവക്കൂത്ത് മഹോത്സവം വർണ്ണാഭമായി. കമ്പരാമായണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്നത്. മനുഷ്യജന്മത്തിന്റെ വേദനകളും ത്യാഗങ്ങളുമാണ് കമ്പരാമായണത്തിലൂടെ പാടിയിരിക്കുന്നത്. K ലക്ഷ്മണ പുലവർ തോൽപ്പാവക്കൂത്തിന് ആചാര്യനായി. തുടർന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശുഗപുരം രഞ്ജിത്ത്, അഗതിയൂർ സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ തായമ്പക അരങ്ങേറി. കമ്മിറ്റി ഭാരവാഹികളായ ഷനിൽ നടുവിൽ പുരയ്ക്കൽ, കണ്ണൻ കണ്ടമാട്ടിൽ, ഗോപിനാഥൻ മലയംപുരത്ത്, സതീഷ് അഖിൽ, സതീഷ് കാങ്കലാത്ത് എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി മാക് സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും സമാദരണ സദസ്സും സംഘടിപ്പിച്ചു. മാക് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഡോക്ടർ VR ബാജി അധ്യക്ഷനായി. ഗുരുവായൂർ ദേവസ്വം പൂന്താനം പുരസ്കാരം നേടിയ രാധാകൃഷ്ണൻ കാക്കശ്ശേരി, സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ ശിവജി ഗുരുവായൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ,
പ്രശസ്ത വീണവാദകൻ അനന്തപത്മനാഭൻ മാസ്റ്റർ എന്നിവർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. ഇഫ്താർ സംഗമത്തിന് ശേഷം 60 വയസ്സ് പിന്നിട്ട മാക് അംഗങ്ങളായ ജവഹർ മാസ്റ്റർ, അജയ് ഘോഷ് ചേറ്റുവ, നന്ദൻ പഴഞ്ഞി എന്നിവരുടെ പിറന്നാൾ ആഘോഷവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. CITU മഹാരാഷ്ട്ര സംസ്ഥാന മുൻ സെക്രട്ടറി PR കൃഷ്ണൻ, നാരായണൻ നമ്പൂതിരി, അജയ് ഘോഷ് ചേറ്റുവ, ജവഹർ വെട്ടത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിന്റെ ഭാഗമായി മാക് അംഗങ്ങൾ അവതരിപ്പിച്ച സുവർണ ഗാനസന്ധ്യ അരങ്ങേറി. വടക്കേക്കാട് ICA മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ഷെരീഫ് പവലിന്റെ യാത്രയപ്പും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ICA പ്രസിഡന്റ് OM മുഹമ്മദ് അലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ സീനിയർ വൈസ് പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P. കുഞ്ഞുമൊയ്തു, സെക്രട്ടറി ജാഫർ സാദിഖ്, അക്കാദമിക് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് RV അബ്ദുൾ മജീദ്, സെയ്ദ് മുഹമ്മദ് ഹാജി, അബ്ദു KV, ഹാരിസ് പത്തമ്മൽ, RV മുഹമ്മദ് കുട്ടി, അബ്ദുൾ ജലീൽ, ഷജീർ AP തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി മുഹമ്മദ് റഷീദ് സ്വാഗതവും ട്രഷറർ A. മുഹമ്മദ് ഷാഫി നന്ദിയും പറഞ്ഞു. വേനൽച്ചൂട് കനക്കുമ്പോൾ നിറഞ്ഞൊഴുകിയിരുന്ന വേലൂരിലെ പുലിയന്നൂർ ആദൂർ മുട്ടിക്കൽ ചിറ ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുകയാണ്. കാർഷിക വൃത്തിക്കും മറ്റുമായി ഉപയോഗിച്ചിരുന്ന പുഴ ഇപ്പോൾ മെലിഞ്ഞുണങ്ങി മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായിരിക്കുന്നത് ഹൃദയഭേദക കാഴ്ചയായി. നിതീഷ് വേലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സമൃദ്ധിയുടെ അടയാളമായിരുന്ന വെള്ളാറ്റഞ്ഞൂർ, കുറുവന്നൂർ, ആദൂർ പ്രദേശങ്ങളിലെ ചിറയാണ് ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഒരു കാലത്ത് മത്സ്യബന്ധനത്തിനും കൃഷിക്കും ഉപകാരപ്രദമായിരുന്ന ആദൂർ മുട്ടിക്കൽ ചിറ വേലൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിലേക്കും സാമൂഹിക ജീവിതത്തിലേക്കും തുറക്കുന്ന വാതിൽ കൂടിയായിരുന്നു. ഇവിടത്തുകാർക്ക് എന്നും ആശ്രയമായി ഒഴുകുന്ന ചിറ കാലവർഷത്തിൽ നിറഞ്ഞ് ശക്തമായ ഒഴുക്കിൽ നിറഞ്ഞു കവിയുന്ന കാഴ്ച ഏറെ ഹൃദ്യമായിരുന്നു. വർഷകാലത്ത് ഇവിടെ കാഴ്ചക്കാരെ കൊണ്ട് നിറയുന്നതിന് പിന്നിലെ കാരണവും മറ്റൊന്നല്ല. പുലിയന്നൂർ സെന്ററിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രമാണ് ആദൂർ മുട്ടിക്കൽ ചിറയിലേക്കുള്ളത്. വേനൽക്കാലത്ത് ചിറയിൽ അവശേഷിക്കുന്ന വെള്ളമായിരുന്നു പുഴയുടെ ഇരുകരകളിലെയും കൃഷിക്കായി ഉപയോഗിച്ചു വന്നിരുന്നത്. വേനൽക്കാല പച്ചക്കറികളും ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴകളും പുഴയിലെ വെള്ളത്തെ മാത്രം ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളം പലയിടത്തും തടയിണകൾ കെട്ടി തടഞ്ഞു നിർത്തിയതിനാൽ കൃഷിക്കാവശ്യമായ ജലം ലഭിക്കാതായിരിക്കുകയാണ്. പലിശയ്ക്ക് കടമെടുത്തും മറ്റ് പലതരം വായ്പകളെടുത്തുമാണ് ഇവിടത്തെ കർഷകർ കൃഷി ഇറക്കിയിരിക്കുന്നത്. കടുത്ത വേനലിൽ കൃഷിയെല്ലാം ഉണങ്ങിയത് ഇവരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിലാക്കിയത്. വീണ്ടും ഡാമിൽ നിന്നും വെള്ളം വിട്ടില്ലെങ്കിൽ കൃഷി നശിച്ച് വൻ കടക്കണിയിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ. CCTV ന്യൂസ്, വേലൂർ. കാട്ടകമ്പൽ പഞ്ചായത്തിൽ ചിറക്കൽ ഗുഹയുടെ സമീപവാസികൾക്ക് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യം ഉയരുന്നു. ചിറക്കൽ ഗുഹയുടെ സമീപ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തികൾക്കുള്ള നിയന്ത്രണങ്ങൾ ജനങ്ങളെ വലയ്ക്കുകയാണ്. ഗുഹയുടെ സമീപത്തുള്ള പഴയ വീടുകൾ പുതുക്കി പണിയുവാനോ കിണറുകൾ കുഴിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. നിയന്ത്രണങ്ങൾ മൂലം സ്ഥലം വിൽക്കാനോ സാധിക്കാത്തതിനാൽ മാറാരോഗികൾക്ക് ഭൂമി വിറ്റ് ചികിത്സിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ഗുഹയുടെ സമീപ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അനാവശ്യ നിർമ്മാണ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ്, അനിൽ PM, ജുബി സജി, പ്രവീൺ പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. സ്റ്റീഫൻ PK, സുനീഷ് PP, റജി PI, യൽദോ PK എന്നിവർ നേതൃത്വം നൽകി. ഈ ഒരു നിയമം മൂലം കാട്ടകാമ്പ ഗ്രാമപഞ്ചായത്തിലെ ഈ ഗുഹയുടെ പരിസരത്തുള്ള ആളുകൾ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സഹായത്തിനായി ഒരു ലോണിനെ അപേക്ഷിക്കാനോ ഒരു ബാങ്കിൽ നിന്ന് ലോണിൽ ഒരു സെപ്റ്റിക് ടാങ്ക് പണിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കിണർ കുഴിക്കണമെങ്കിലൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള, യാതൊരു തരത്തിലും നമുക്ക് അതിന് തടസ്സം നിൽക്കുന്ന നിയമങ്ങൾ മാറ്റിമറിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിയമവുമായി ഈ ഗുഹാ പരിസരം മുന്നോട്ട് കൊണ്ടുപോകാൻ. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ഉൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും വികാരി ഫാദർ തോമസ് ചൂണ്ടൽ കാർമ്മികനായി. കൈക്കാരന്മാരായ ഷാജി മണ്ടുപാൽ, PD ഷിജു, സാമുവൽ തരകൻ എന്നിവർ നേതൃത്വം നൽകി. പെസഹ ദിനാചരണത്തിന്റെ ഭാഗമായി കാൽക്കഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ രാവിലെ 7 മണിക്ക് ആരംഭിച്ച കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ നേതൃത്വം നൽകി. അൾത്താര ശുശ്രൂഷക സംഘാംഗങ്ങൾ 12 പേരുടെ കാലുകളാണ് കഴുകിയത്. തുടർന്ന് കുർബാനയുടെ സ്ഥാപന ദിനത്തിന്റെ സ്മരണയിൽ ആഘോഷമായ പാട്ടുകുർബാന ദേവാലയത്തിൽ അർപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിവിധ യൂണിറ്റുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മുന്നിൽ ആരാധന നടന്നു.
രാത്രി 7 മണി മുതൽ 8 മണി വരെ പൊതു ആരാധനയും തുടർന്ന് അപ്പം മുറിക്കൽ ശുശ്രൂഷയും നടന്നു. വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന അപ്പം ആശീർവദിച്ച് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ മുറിച്ച് ഇടവക ജനങ്ങൾക്ക് നൽകി. അപ്പത്തിനോടൊപ്പം മാതൃവേദി അംഗങ്ങൾ തയ്യാറാക്കിയ പാലും വിതരണം ചെയ്തു. പെസഹ ദിനത്തിലെ പരിപാടികൾക്ക് കൈക്കാരന്മാരായ VA ജെയിംസ്, ML ജോഷി, NK ജോബ്, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി. കുന്നകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ പെസഹ തിരുനാൾ ആചരിച്ചു. കാൽക്കഴുകൽ ശുശ്രൂഷയിലും പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണത്തിലും വിശ്വാസികൾ ഒന്നടങ്കം ഭക്തി ആദരപൂർവ്വം പങ്കെടുത്തു. വിശുദ്ധ കുർബാന പരസ്യമായി എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ട് ഇന്ന് മുഴുവൻ സമയവും പള്ളിയിൽ ആരാധന ഉണ്ടാകും. വൈകിട്ട് പൊതു ആരാധനയും അപ്പമുറിക്കൽ ശുശ്രൂഷയും നടക്കും. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേസൺ മുണ്ടോപ്പുറം, കൈക്കാരന്മാരായ പോയിസ് JB, ML മാണി, ജോപോൾ V ആലപ്പാട്ട്, പ്രതിനിധി യോഗ അംഗങ്ങൾ, മാതൃവേദി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഇടവകയിലെ കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാരായ 12 പേരുടെ കാൽകഴുകൽ ശുശ്രൂഷ ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു. തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ സഹകാർമ്മികനായി. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. ഇന്ന് വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ പൊതു ആരാധനയും അതിനുശേഷം വീടുകളിൽ പെസഹാപ്പം മുറിക്കൽ ചടങ്ങും ഉണ്ടാകും. നാളെ രാവിലെ 7 മണിക്ക് ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുകർമ്മങ്ങൾ ദേവാലയത്തിലും നഗരി കാണിക്കൽ ചടങ്ങ് വൈകിട്ട് ചാവക്കാട് ടൗണിലേക്കും നടക്കും. തുടർന്ന് KCYM പാലയൂർ ഒരുക്കുന്ന പീഠാനുഭവ നാടകം ലോങ്കിനസ് ഉണ്ടായിരിക്കും. പെസഹ ആഘോഷങ്ങൾക്ക് ഇടവക ട്രസ്റ്റിമാരായ CM ബാബു, പോൾ KJ, സന്തോഷ് TJ, ജോഫി ജോസഫ്, കമ്മിറ്റി അംഗങ്ങളായ തോമസ് വാഗയിൽ, ലോറൻസ് CD, സിമി ഫ്രാൻസിസ്, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പെസഹ വ്യാഴാചരണത്തിന്റെ ഭാഗമായി കാൽകഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര നേതൃത്വം നൽകി. വിവിധ കുടുംബ കൂട്ടായ്മകളിൽ നിന്നും തെരഞ്ഞെടുത്ത 12 പേരുടെ കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. സെമിനാരി വിദ്യാർത്ഥികളുടെ പഠന സഹായാർത്ഥം സ്വരൂപിച്ച ഫണ്ട് കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ കൈമാറി. ദേവാലയ ശുശ്രൂഷി TL ജോസഫ്, സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര, കൈക്കാരന്മാരായ VV ജോസ്, M സ്റ്റീഫൻ ജോസ്, TA കുര്യാക്കോസ്, പ്രതിനിധിയോഗം സെക്രട്ടറി ജെറോമി ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവക ദേവാലയത്തിൽ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ ഷാജു കൊച്ചുപുരക്കൽ 12 അൾത്താര ശുശ്രൂഷകരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം, കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കുരിശിന്റെ വഴി പ്രാർത്ഥനകൾ, പൊതു ആരാധന, പെസഹ അപ്പമുറിക്കൽ ശുശ്രൂഷ എന്നിവയും ഉണ്ടായിരുന്നു. ട്രസ്റ്റിമാരായ ജാക്സൺ നീലങ്കാവിൽ, ഡെയ്സൺ പഴുന്നാന, MF വിൻസെന്റ്, ലിൻഡോ ചാക്കോ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ബിജു മുട്ടത്ത്, PRO ജോബ് C ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ കാലത്ത് 6 മണിക്ക് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും ഉണ്ടായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 9 മണിയുടെ നമസ്കാരവും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. ശേഷം പെസഹ ഊട്ടും ഉണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് സഭാമേലധ്യക്ഷൻ അഭിവന്ദ്യ സിറിൽമാർ ബെസോലിയോസ് മെത്രോപൊലിത്ത മുഖ്യകാർമ്മികത്വം വഹിച്ചു. വൈദികരായ ഫാദർ വർഗീസ് കുത്തൂർ, ഫാദർ പ്രിൻസ് I കോലാടി, ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, ഫാദർ തോമസ് കുര്യൻ, ഫാദർ മൈക്കിൾ ഗീവർഗീസ്, ഫാദർ സ്കറിയ ചീരൻ, ഫാദർ തോമസ് ചീരൻ, ഫാദർ അപ്രൈം അന്തിക്കാട്, ഡീക്കൻ സ്റ്റെഫാനോ പുലിക്കോട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. വികാരി ഫാദർ തോമസ് കുര്യൻ, സെക്രട്ടറി വിവേക് വടക്കൻ, ട്രഷറർ ബിനീഷ് ചെമ്മണ്ണൂർ എന്നിവരടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ വികാരി ഷോൺസൺ ആക്കാമറ്റത്തിന്റെ കാർമ്മികത്വത്തിൽ രാവിലെ 6:30 ദിവ്യബലി നടന്നു. കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള 12 യുവാക്കളുടെ കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. പരിശുദ്ധ കുർബാനയുടെ എഴുന്നള്ളിപ്പ് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. 12 ശിഷ്യന്മാർക്കും പള്ളി ശുശ്രൂഷകൾക്കും ഊട്ട് നടത്തി. വിവിധ കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും ആരാധനയും ഉണ്ടായിരുന്നു. ആരാധനയ്ക്കു ശേഷം അപ്പമുറിക്കൽ ശുശ്രൂഷ നടന്നു. നാളെ ദുഃഖവെള്ളി ദിനത്തിൽ 6:30 ദിവ്യബലി പീഠാനുഭവ ചരിത്രം വായനയും ഉച്ചതിരിഞ്ഞ് തിരുശരീരവും വഹിച്ചുകൊണ്ടുള്ള പരിഹാര പ്രദക്ഷിണവും നടത്തും. പള്ളിയിൽ നിന്നാരംഭിച്ച് മുഖംമൂടിമുക്ക് വഴി പള്ളി അങ്ങാടിയിൽ കൂടി പള്ളിയിൽ എത്തിച്ചേരും. 12 സ്ഥലങ്ങളിലും കുടുംബ കൂട്ടായ്മകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പീഠാനുഭവ ചരിത്ര നിശ്ചല ദൃശ്യാവിഷ്കാരം നടത്തും. കൈക്കാരന്മാരായ ജോയി, വിൻസൺ, ബാബു, തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വൈലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ 12 പേരുടെ കാൽ കഴുകി ചുംബിക്കുകയും വിശുദ്ധ കുർബാനയും നടത്തി. ദുഃഖവെള്ളിയാഴ്ച കാലത്ത് 7 മണിക്ക്
പീഠാനുഭവ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും. വൈകിട്ട് 5 മണിക്ക് പീഠാനുഭവത്തെ അനുസ്മരിച്ച് കുരിശുകൾ പിടിച്ചുകൊണ്ട് വിലാപയാത്ര നടത്തും. പള്ളിയിൽ നിന്നാരംഭിച്ച് മണികണ്ഠേശ്വരം കുരിശുപള്ളിയിൽ സമാപിക്കും. ശനിയാഴ്ച രാത്രി 11:30 യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. ഈസ്റ്ററിൻ്റെ വിശുദ്ധ കുർബാനയോടെ സമാപനം കുറിക്കും. വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി തിരുകർമ്മങ്ങൾക്ക് കാർമ്മികനാകും. കൈക്കാരന്മാരായ ഡെന്നി തലക്കോട്ടൂർ, ജോർജ് ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകും. ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിൽ കാൽക്കഴുകൽ ശുശ്രൂഷ കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി കാർമ്മികനായി. രാവിലെ 6:30 ആരംഭിച്ച വിശുദ്ധ കുർബാനയോടെ യേശു തൻ്റെ 12 ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിൻ്റെ പ്രതീകമായി വൈദികൻ 12 പേരുടെ കാൽ കഴുകി ചുംബിച്ചു. ശേഷം ഉത്ബോധന പ്രസംഗം നടത്തി. തിരുകർമ്മങ്ങൾക്ക് ശേഷം ആരാധനയ്ക്ക് തുടക്കം കുറിച്ച് പൂക്കൾ വിതറി ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തുടർന്ന് വിവിധ കുടുംബ യൂണിറ്റുകളുടെയും ഭക്തസംഘടനകളുടെയും നേതൃത്വത്തിൽ പൊതു ആരാധനയും അപ്പം മുറിച്ച് പങ്കുവയ്ക്കൽ ചടങ്ങും നടത്തി. ദുഃഖവെള്ളിയാഴ്ച കാലത്ത് 6:30 പീഠാനുഭവ തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും. വൈകിട്ട് 4 മണിക്ക് പീഠാനുഭവത്തെ അനുസ്മരിച്ച് കുരിശുകൾ പിടിച്ച് വിലാപയാത്ര നടത്തും. ദുഃഖശനി കാലത്ത് 6:30 തിരുകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും. രാത്രി 11:30 യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് തിരുകർമ്മങ്ങൾ ആരംഭിക്കും. ഞായറാഴ്ച കാലത്ത് 7 മണിക്ക് ഈസ്റ്ററിൻ്റെ വിശുദ്ധ കുർബാനയോടെ സമാപനമാകും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ രാവിലെ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ പെസഹ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പെസഹ കുർബാനയും അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2:30 പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി ശിഷ്യന്മാരോടൊത്ത് അന്ത്യാത്താഴം കഴിച്ചതിൻ്റെ ഓർമ്മ പുതുക്കി പെസഹ ഊട്ടും നടക്കും. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന നടത്തി. രാത്രി 8:30 അറക്കൽ സെന്റ് ജോർജ് ചാപ്പലിൽ പെസഹ വചന സന്ദേശം നടക്കും. ദുഃഖവെള്ളി ശുശ്രൂഷകൾ രാവിലെ 9 തുടങ്ങും. ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8 ഉയർപ്പു പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിക്കും. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ്, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. ചാലിശ്ശേരി സെന്റ് ഔഗിൻസ് പള്ളിയിൽ പെസഹ ശുശ്രൂഷകൾ നടത്തി. രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് 3-ാം മണി നമസ്കാരവും വിശുദ്ധ കുർബാനയും നടത്തി. പരിപാടികൾക്ക് വികാരി ഫാദർ പ്രിൻസ് ഐ കോലാടി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പെസഹ ആചരിച്ചു. രാവിലെ വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ പെസഹ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പെസഹ കുർബാനയും അർപ്പിച്ചു. ഉച്ചയ്ക്ക് 9-ാം മണി നമസ്കാരത്തിന് ശേഷം യേശു കുരിശുമരണം വരിക്കുന്നതിന് മുൻപായി ശിഷ്യന്മാരോടൊത്ത് അന്ത്യ അത്താഴം കഴിച്ചതിന്റെ ഓർമ്മ പുതുക്കി പെസഹ ഊട്ടും ഉണ്ടായി. നിരവധി വിശ്വാസികൾ പെസഹ ഊട്ടിൽ പങ്കെടുത്തു. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8:30 അറക്കൽ സെന്റ് ജോർജ് ചാപ്പലിൽ പെസഹ വചന സന്ദേശവും നടക്കും. ദുഃഖവെള്ളി ശുശ്രൂഷകൾ രാവിലെ 9 തുടങ്ങും. പ്രഭാത പ്രാർത്ഥന, നമസ്കാരം, സ്ലീബ വന്ദനവ്, ഖബറടക്കം എന്നിവ നടക്കും. ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8 ഉയർപ്പു പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിക്കും. പെസഹ ഊട്ടിന് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ്, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ബുധനാഴ്ച വൈകിട്ട് കുംഭസാരവും വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്ക് വികാരി ഫാദർ ജോൺ ഐസക്കിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും സഹവികാരി ഫാദർ ആന്റണി പൗലോസിന്റെ സഹകാർമ്മികത്വത്തിലും വിശുദ്ധ കുർബാനയും നടന്നു. ഉച്ചയ്ക്ക് യാമപ്രാർത്ഥനയ്ക്ക് ശേഷം 2000-ഓളം പേർക്ക് പെസഹ ഊട്ടും നടന്നു. ചടങ്ങുകൾക്ക് കൈസ്ഥാനി സന്തോഷ് CJ, സെക്രട്ടറി സലിൻ C സൈമൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് ലൂക്സ് CSI പള്ളിയിൽ വ്യാഴാഴ്ച വൈകിട്ട് യേശുക്രിസ്തുവിന്റെ അന്ത്യാത്താഴ സ്മരണ പുതുക്കി നടന്ന പെസഹ ആരാധനയ്ക്ക് വികാരി ഫാദർ KC ജോൺ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സംസർഗ ശുശ്രൂഷയും നടത്തി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കൂനമ്മൂച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ കാർമ്മികനായി. രാവിലെ ആരംഭിച്ച ചടങ്ങുകളിൽ സുവിശേഷ വായനകൾ, സന്ദേശം, കാൽക്കഴുകൽ ശുശ്രൂഷ എന്നിവ നടന്നു. കുടുംബ യൂണിറ്റ് ഭാരവാഹികളിൽ നിന്ന് തെരഞ്ഞെടുത്തവരുടെ പാദങ്ങളാണ് വൈദികൻ കഴുകി ചുംബിച്ചത്. ദിവ്യബലിക്കു ശേഷം പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും തുടർന്ന് ഇടവകയിലെ യൂണിറ്റുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ 12 മണിക്കൂർ ആരാധനയും നടന്നു. പെസഹ ആചരണത്തിന് കൈക്കാരന്മാർ, നിർമ്മലമാതാ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ പെസഹ വ്യാഴ തിരുകർമ്മങ്ങൾ നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും തുടർന്ന് ആരാധനയുമുണ്ടായി. വികാരി ഫാദർ ബാബു അപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുകർമ്മങ്ങളിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ആന്റണി ചീരംവേലിയിൽ, ഫാദർ ഇമ്മാനുവൽ കരിമ്പനക്കൽ എന്നിവർ സഹകാർമ്മികനായി.
കിഴക്കാളൂർ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിൽ പെസഹ ആചരിച്ചു. സുവിശേഷ വായനകൾ, സന്ദേശം, കാൽക്കഴുകൽ ശുശ്രൂഷ എന്നീ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയാണ് പെസഹ ആചരിച്ചത്. തിരുകർമ്മങ്ങൾക്ക് ഗുഡ് ഷെപ്പേർഡ് ആശ്രമത്തിലെ ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും പെസഹ അപ്പം മുറിക്കലും നടന്നു. വികാരി ഫാദർ ബിജു ആലപ്പാട്ട്, കൈക്കാരന്മാരായ ഡേവിഡ് അതിയുന്തൻ, ജോസ് ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികത്വം വഹിച്ചു. സുവിശേഷ വായന, സന്ദേശം, കാൽക്കഴുകൽ ശുശ്രൂഷ, പൊതു ആരാധന എന്നീ തിരുകർമ്മങ്ങളും തുടർന്ന് പെസഹ അപ്പം മുറിക്കലും നടന്നു. ഇടവകയുടെ കഴിഞ്ഞ 3 വർഷത്തെ കൈക്കാരന്മാരുടെ പാദങ്ങളാണ് കാൽക്കഴുകൽ ശുശ്രൂഷയുടെ ഭാഗമായി കഴുകിയത്. ഡീക്കന്മാരായ മെൽവിൻ ചൊവ്വലൂർ, ജിനിൽ കുത്തൂർ എന്നിവർ സഹകാർമ്മികരായി. കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ പെസഹ ആചരിച്ചു. സുവിശേഷ വായനകൾ, സന്ദേശം, കാൽക്കഴുകൽ ശുശ്രൂഷ എന്നീ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് പെസഹ ആചരിച്ചത്. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, സഹവികാരി ജേക്കബ് പള്ളിപ്പുറത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ദിവ്യബലിക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. പെസഹാചരണത്തിന് കൈക്കാരന്മാർ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പതിയാരം സെന്റ് ജോസഫ്സ് ഇടവക ദേവാലയത്തിൽ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. കാൽക്കഴുകൽ ശുശ്രൂഷ, പരിശുദ്ധ കുർബാന, പ്രദക്ഷിണം, പൊതു ആരാധന എന്നിവയും കൂട്ടായ്മകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഭവനത്തിൽ പെസഹ അപ്പം മുറിക്കലും നടന്നു. തുടർന്ന് പെസഹ ഊട്ടും കൂട്ടായ്മകളിൽ നിന്നുള്ള കുരിശിന്റെ വഴിയും നടന്നു. കൈക്കാരന്മാരായ ആളൂർ ലേവി, സതീഷ് ചാലിശ്ശേരി, വിൻസൺ അന്തിക്കാട്, ആൻസൺ ചിറേത്ത്, മീഡിയ കോർഡിനേറ്റർ റോബിൻ റാഫേൽ അന്തിക്കാട്, ടോമി മുരിങ്ങത്തേരി, മതബോധന എച്ച്.എം. ജാക്സൺ കൈതാരത്ത്, PTA പ്രസിഡന്റ് ജോജു അക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറാന ദേവാലയത്തിൽ വിശുദ്ധ ബലിക്കും കാൽക്കഴുകൽ ശുശ്രൂഷയ്ക്കും ലിസ്യു ആശ്രമത്തിലെ ഫാദർ പ്രസാദ് കുരിശിങ്കൽ നേതൃത്വം നൽകി. സഹകാർമ്മികനായിരുന്ന ഫാദർ ജെയ്സൺ പഴയടത്ത് പെസഹ വ്യാഴ സന്ദേശം നൽകി. തുടർന്ന് ദിവസം മുഴുവനും ദേവാലയത്തിൽ വിശ്വാസ സമൂഹം ദിവ്യകാരുണ്യ ആരാധന നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. മറ്റു വാർത്തകൾ. കാട്ടകാമ്പാലിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. പഴഞ്ഞി ചീരൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിന്റെ മകൻ ഷാജന്റെ പറമ്പിലെ വാഴകൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. 8ഓളം കുലയ്ക്കാറായ വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. പഞ്ചായത്ത് അധികാരികൾ ഇടപെട്ട് പന്നിശല്യത്തിനെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ തണ്ണീർക്കുടം സ്ഥാപിച്ചു. കൊടുംവേനലിൽ ദാഹിച്ച് വലയുന്ന പറവകൾക്കൊരൽപ്പം ദാഹജലം നൽകുവാൻ വേണ്ടിയാണ് സ്നേഹ തണ്ണീർക്കുടം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം വടക്കേക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ P. ശിവശങ്കരൻ തണ്ണീർക്കുടത്തിലേക്ക് വെള്ളം പകർന്നുകൊണ്ട് നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി N. ഷാജി തോമസ് ബ്രോഷർ കൈമാറി. SIമാരായ ബിജു C. മാത്യു, യൂസഫ് M. സുധാകരൻ, സീനിയർ CPO ശശീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗുരുവായൂർ നഗരസഭ കണ്ടിജന്റ് വിഭാഗത്തിൽ നിന്ന് വിരമിച്ച തൊഴിലാളി MK ദേവാനന്ദന് യാത്രയപ്പ് നൽകി. കണ്ടിജന്റ് വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ വായനശാല ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി S. മനോജ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് TA ഷജീർ, ജില്ലാ പ്രസിഡന്റ് MK സുനിൽ, KG സന്ധ്യ, MV റെയ്നസ്, ജെയിംസ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂർ പഞ്ചായത്ത് ലൈബ്രറിയിലേക്ക് വന്നേരി നാട് എന്ന പുസ്തകം കൈമാറി. വ്യാഴാഴ്ച വൈകിട്ട് 4:30 പുന്നൂർ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ വന്നേരി നാട് പുസ്തക കോർഡിനേറ്റിംഗ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ രാജേഷ് കൃഷ്ണൻ പുസ്തകം കൈമാറി. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഏറ്റുവാങ്ങി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിശ്വനാഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബോബി കുഞ്ഞ്, പഞ്ചായത്ത് സെക്രട്ടറി NP ഷീജ, ലൈബ്രറിയൻ രമണി, ചാവക്കാട് ലൈബ്രറി കൗൺസിൽ ചെയർമാൻ V. സമീർ തുടങ്ങിയവർ പങ്കെടുത്തു. 4 പുസ്തകങ്ങളാണ് പഞ്ചായത്തിന് കൈമാറിയത്. എരുമപ്പെട്ടി കടങ്ങോട് മനപ്പടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്ക്. കടങ്ങോട് മനപ്പടി പുത്തൻപീടികയിൽ നൌഷാദ്, ഭാര്യ തസ്ലിഹ, മകൾ 1.5 വയസ്സുള്ള നൈഷ ഇശൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു അപകടം. പരിക്കേറ്റ 3 പേരെയും എരുമപ്പെട്ടി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
നൌഷാദ് അണ്ടത്തോടിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണവും സമാശ്വാസ ധനസഹായവും വിതരണം ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് അണ്ടത്തോട് നടത്തിയ റമദാൻ കിറ്റ് വിതരണം വാർഡ് മെമ്പർ PS അലി ഉദ്ഘാടനം ചെയ്തു. നൌഷാദ് അണ്ടത്തോടിന്റെ അധ്യക്ഷതയിൽ മുഹമ്മദ് ഉസ്താദ് തങ്ങൾപടി പ്രാർത്ഥന നടത്തി. സുമനസ്സുകളുടെ സഹായത്തോടെ സമാഹരിച്ച് 14 വിഭവങ്ങൾ അടങ്ങിയ കിറ്റാണ് സമാശ്വാസ ധനസഹായത്തോടെ വിതരണം ചെയ്തത്. പ്രദേശത്തെ തെരഞ്ഞെടുത്ത 450ഓളം പേർക്ക് കിറ്റ് നൽകി. റാഫി അസ്സലാം, റഹീം, ഫിറോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുമ്പിലാവിൽ യുവാവിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തി. പരുവക്കുന്ന് ചങ്കരത്ത് വളപ്പിൽ പരേതനായ മുഹമ്മദ് മകൻ 44 വയസ്സുള്ള അഷ്റഫാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 9 മണിയോടുകൂടിയാണ് വീട്ടുപറമ്പിലെ കിണറ്റിൽ അഷ്റഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും രാത്രി ഏറെ വൈകിയതിനാൽ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചില്ല. വ്യാഴാഴ്ച കാലത്താണ് നാട്ടുകാരും കുന്നംകുളം പോലീസും ചേർന്ന് മൃതദേഹം കരയ്ക്ക് കയറ്റിയത്. മൃതദേഹത്തിന് 3 ദിവസമെങ്കിലും പഴക്കം തോന്നിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മരിച്ച അഷ്റഫ് ഏതാനും മാസങ്ങളായി കുടുംബത്തിൽ നിന്ന് മാറി ഒറ്റയ്ക്കാണ് താമസം. കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കബറടക്കും. ആയിഷയാണ് ഭാര്യ. ആദിൽ, അമീൻ, ആഷിഖ് എന്നിവർ മക്കളാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6160 രൂപ. സ്വർണം പവന് 49,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചർമ്മം കടങ്ങോട് പാറപ്പുറം ഭക്ഷണത്ത് കേശവൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ശാരദ ഭാര്യയും ഷീജ, ഷീബ, പ്രതീഷ് എന്നിവർ മക്കളുമാണ്. ആനായിക്കൽ വടക്കേ തലക്കൽ പരേതനായ വർഗീസ് ഭാര്യ തങ്കമ്മ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. LC വിൽസൺ, പരേതനായ സണ്ണി, ഷാജിമോൻ എന്നിവർ മക്കളാണ്. പുന്നൂർക്കുളം മന്ദലാകുന്ന് പാപ്പാളി പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ മേത്തി ആലുപ്പ മകൻ മേത്തി ഷെരീഫ് നിര്യാതനായി. 54 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. റുക്സാന, സുബൈദ എന്നിവർ ഭാര്യമാരാണ്. ഹർഷിത, ഷെഫീദ, ഷുഹൈബ്, മാലിക് എന്നിവർ മക്കളാണ്. കോട്ടപ്പടി കപ്പിയൂർ കുരിശുപള്ളിക്ക് സമീപം പരേതനായ നീലങ്കാവിൽ റപ്പായി മകൻ ബേബി നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് കോട്ടപ്പടി പള്ളി സെമിത്തേരിയിൽ നടക്കും. ഷേർലി ഭാര്യയും അനു, അരുൺ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. അന്ത്യത്താഴ സ്മരണയിൽ പെസഹ ആചരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. പെസഹാചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ഉൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങളും നടന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ദിനത്തിലെ പ്രസിദ്ധമായ നേർച്ചയായ കടുമാങ്ങ തയ്യാറാക്കി തുടങ്ങി. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പുകാവ് പൂര മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളായി. വെള്ളി ശനി ദിവസങ്ങളിലായിട്ടാണ് പറപ്പുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലവരവ്, പൂരമഹോത്സവം എന്നിവ ആഘോഷിക്കുന്നത്. ഉത്സവ കാഴ്ചകൾ CCTV പ്രാദേശികം TCV ഉത്സവ് ചാനലുകളിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. അണ്ടത്തോട് പെരിയമ്പലത്ത് ബൈക്കും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു. മരിച്ചത് ബൈക്ക് യാത്രികനായ മലപ്പുറം നെടിയിരുപ്പ് സ്വദേശി 19 വയസ്സുള്ള നവീൻ രാജ്. പെരുമ്പിലാവിൽ വാട്ടർ അതോറിറ്റി അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴിയിലേക്ക് കാർ മറഞ്ഞു. കാർ യാത്രികരായ ദമ്പതികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന മേഖലയിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളോ അപായ സൂചനാ ബോർഡുകളോ സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTVയെ നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിലും ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ പള്ളിക്കര വീട്ടിൽ PN ലോഹിതാക്ഷന്റെ 7ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.